ഹായ് ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ LSTSന്റെ IT-യിലെ ഇന്റർനെറ്റ് എന്നുള്ള ടോപ്പിക്കാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ IT-യിൽ തന്നെ നെറ്റ്വർക്ക്സ് എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ നെറ്റ്വർക്കിൽ നമ്മൾ അതിനെ എത്രത്തോളം ഏരിയ നെറ്റ്വർക്ക് കവർ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒന്നാമത്തേത് പാൻ, PAN, സെക്കൻഡ് വൺ ലാന്, തേർഡ് വൺ മാന് ആൻഡ് ലാസ്റ്റ് വൺ വാന്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്നത് വാൻ സെറ്റപ്പിലാണ്. ഇന്റർനെറ്റ് നെറ്റ്വർക്കിന്റെ വാൻ സെറ്റപ്പിൽ, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ബിഗ്ഗസ്റ്റ് വാൻ സെറ്റപ്പ്, അതായത് ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ, ഏറ്റവും വലിയൊരു സെറ്റപ്പ് ആണ് എന്ത്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്റർനെറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി ബിഗ്ഗസ്റ്റ് വാൻ സെറ്റപ്പ്, ഏറ്റവും വലിയ വാൻ സെറ്റപ്പ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ആണ് എന്ത്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഇന്റർ കണക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ്. ഇന്റർ കണക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ്, അതായത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ടോ അതിലധികമോ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, അതുപോലെയുള്ള ഒരുപാട് നെറ്റ്വർക്കിന്റെ ഇന്റർ കണക്ഷൻ ആണ് എന്ത്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിനെ നമ്മൾ ഓൾസോ പറയുന്ന പേരാണ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് എന്നും പറയും ഇന്റർനെറ്റിന്. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം, ഒരുപാട് നെറ്റ്വർക്കിന്റെ ഇന്റർ കണക്ഷൻ ആണ് ഇന്റർനെറ്റ്. അതുകൊണ്ട് ഇന്റർനെറ്റിന് എന്ത് പറയുന്നു, നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വിൻഡൻ സർഫ് ആണ്. വിൻഡൻ സർഫ്, അയാൾ പേര് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ബോബ് ഖാൻ എന്നും ഓപ്ഷനിൽ ഖാനും അതുപോലെ വിൻഡൻ സർഫുമാണ് ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, വിൻഡൻ സർഫ് ആൻഡ് ബോബ് ഖാൻ. ഇനി ഇന്റർനെറ്റിന്റെ ആദ്യത്തെ ഫോം ആണ് ആർപ്പാനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഫോം ചെയ്ത സമയത്ത് അതിന് കൊടുത്തിരുന്ന പേരാണ് ആർപ്പാനെറ്റ്, ARPANET, ആർപ്പാനെറ്റ്. 1969 ഈ ആർപ്പാനെറ്റ് ഡിസ്കവർ ചെയ്യുന്നത്. അത് പിന്നീട് എന്ത് ചെയ്തു, പിന്നീട് അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് അത് ഇന്റർനെറ്റ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ ആർപ്പാനെറ്റിന്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. ആർപ്പാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക് എന്നുള്ളതിന്റെ ഷോർട്ടാണ് ആർപ്പാനെറ്റ്. A ഫോർ അഡ്വാൻസ്ഡ്, R റിസർച്ച്, P പ്രൊജക്ട്, A ഏജൻസി, നെറ്റ് സ്റ്റാൻഡ്സ് ഫോർ നെറ്റ്വർക്ക്. അപ്പൊ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക് എന്നതിന്റെ ഷോർട്ടാണ് ആർപ്പാനെറ്റ്. ആർപ്പാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇന്റർനെറ്റിന്റെ ആദ്യത്തെ ഫോം. 1969 ഇന്റർനെറ്റ് അല്ലെങ്കിൽ ആർപ്പാനെറ്റ് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് കൊടുക്കാൻ, ആർപ്പാനെറ്റ് എന്ന് അന്ന് പേര് കൊടുക്കാനുള്ള കാരണം, അത് അമേരിക്കയിലെ ഒരു ഡിഫൻസ് നെറ്റ്വർക്കിന്റെ പേരായിരുന്നു ആർപ്പാനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കയിലാണ് അത് കണ്ടുപിടിച്ചത്. അതിന് എന്ത് കൊടുത്തു, ആർപ്പാനെറ്റ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ദെൻ 1969 ആർപ്പാനെറ്റ് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞു അല്ലെ, ഡിസ്കവർ ചെയ്തത്. അത് ഇന്റർനെറ്റ് ആയിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത് 1983. 1983 ജനുവരി 1 ഇന്റർനെറ്റ് എന്ത് ചെയ്തത്, ആർപ്പാനെറ്റിൽ നിന്ന് ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് 1983. 83 ജനുവരി 1 US തന്നെയാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നെറ്റ്വർക്കിനെ കുറിച്ച് ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇതാണ്, ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ്ഗസ്റ്റ് വാൻ സെറ്റപ്പ് ആണ്. വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ തന്നെ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്ന ഒരുപാട് നെറ്റ്വർക്ക്സിനെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിനെ ഇറ്റ് ഈസ് ഓൾസോ നൗൺ ആസ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നും പറയും. ഇന്റർനെറ്റ് കണ്ടെത്തിയത് ആരാണ്, വിൻഡൻ സർഫ് ആൻഡ് ബോബ് ഖാൻ. ഇവരാണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ പേര് ആർപ്പാനെറ്റ് എന്നായിരുന്നു. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് നെറ്റ്വർക്ക്. ഓക്കെ, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക് ആണ് ആർപ്പാനെറ്റിന്റെ ഫുൾ ഫോം. 1969 ആർപ്പാനെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പിന്നെ എന്ത് ചെയ്തു, 1983 ജനുവരി 1 ഇന്റർനെറ്റ് ആയിട്ട്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്റർനെറ്റ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തു.
ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്റർനെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇന്റർനെറ്റ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇന്റർനെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ടേംസ് ആണ് ഇൻട്രാനെറ്റ് ആൻഡ് എക്സ്ട്രാനെറ്റ്. ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും. അപ്പൊ എന്താണ് ഇൻട്രാനെറ്റ്, എന്താണ് എക്സ്ട്രാനെറ്റ് എന്ന് നോക്കാം. ഓക്കെ, ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഇൻസൈഡ് ആൻ ഓർഗനൈസേഷൻ. നെറ്റ്വർക്ക് ഇൻസൈഡ് ആൻ ഓർഗനൈസേഷൻ ഓർ കമ്പനി. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഒരു നെറ്റ്വർക്കാണ് എന്ത്, ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് നമ്മൾ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ, ഒരുപാട് നെറ്റ്വർക്സിന്റെ കണക്ഷൻ ആന്ന് പറഞ്ഞു അല്ലെ. ഈ കണക്ഷന് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ മാത്രം അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, അതിനെ ഇൻട്രാനെറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി അതല്ല ഈ നെറ്റ്വർക്ക് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയെ കൂടാതെ ഓക്കെ മറ്റ് ഓഫീസുകളെയും കൂടി തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരൊറ്റ ഓർഗനൈസേഷനിൽ ഒതുങ്ങാതെ വേറൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വേറെ ഓഫീസുകൾ തമ്മിൽ, വേറെ കമ്പനികൾ തമ്മിലൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കാണ് എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഇൻസൈഡ് ആൻ ഓർഗനൈസേഷൻ ഓർ കമ്പനി. എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് അതർ ഓഫീസേഴ്സ് ഓഫ് എ കമ്പനി ഓർ ഓർഗനൈസേഷൻ. അതായത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒന്നിലധികം ഓഫീസുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഓഫീസിൽ മാത്രം ഒതുങ്ങാതെ ഡിഫറെന്റ് ഓഫീസുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ഓർഗനൈസേഷനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിനെ എന്ത് പറയും, എക്സ്ട്രാനെറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്റർനെറ്റ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് US-ലാണെന്ന് പറഞ്ഞു. 1969 ഡെവലപ്പ് ചെയ്തത്. 83 അത് ഇന്റർനെറ്റ് ആയിട്ട് മാറിയതെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയിൽ ഇന്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1995 1995 ഓഗസ്റ്റ് 15 ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഇന്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. 1983 ഇന്റർനെറ്റ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുന്നത്, ആർപ്പാനെറ്റ് ഇന്റർനെറ്റ് ആയിട്ട് മാറുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ വരുന്നത് 1995 ഓഗസ്റ്റ് 15. ഇനി ഇത് ആരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? ഓക്കെ, ഏത് കമ്പനിയാണ് ഇത് ഇന്റർനെറ്റ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബ്രോട്ട് ടു ഇന്ത്യ ബൈ BSNL. BSNL നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. BSNL എന്ന് പറയുന്നുണ്ടെങ്കിൽ വേറെയാണ് കേട്ടോ. BSNL എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് കൊണ്ടുവന്നിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് BSNL എന്ന് പറയുന്നത്. ഇനി BSNLന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. അപ്പൊ വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ് BSNL എന്ന ഒരു പബ്ലിക് പൊതുമേഖലാ സ്ഥാപനമാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എന്ത് കൊണ്ടുവരുന്നത്, ഇന്റർനെറ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ഇന്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണെന്ന് പറഞ്ഞു അല്ലെ. ഒരു സ്വകാര്യ സ്ഥാപനം, ഇന്ത്യയിൽ ഇന്റർനെറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് സത്യം കമ്പ്യൂട്ടേഴ്സ് ആണ്. സത്യം കമ്പ്യൂട്ടേഴ്സ് ആണ് ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഇന്ത്യയിൽ ഇന്റർനെറ്റ് കൊണ്ടുവന്ന ആദ്യ പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പബ്ലിക് അല്ല, പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് സത്യം കമ്പ്യൂട്ടേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഇന്റർനെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നമ്മുടെ രാജ്യ തലസ്ഥാനത്താണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇന്റർനെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനെറ്റിൽ എന്തുണ്ട്, എക്സ്ട്രാനെറ്റും ഇൻട്രാനെറ്റും ഉണ്ട്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള നെറ്റ്വർക്ക് ആണ്. എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ തന്നെ ഡിഫറെന്റ് ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ ഡിഫറെന്റ് ഓർഗനൈസേഷനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഇന്റർനെറ്റിന്റെ ഒരു ആരംഭം ആണ് പറയുന്നത്. ഇന്റർനെറ്റ് ആരംഭിച്ചത് US-ലാണ്. 1969 ആർപ്പാനെറ്റ് കണ്ടുപിടിക്കുന്നത്. 1983 അതിനെ റീനെയിം ചെയ്തിട്ട് ഇന്റർനെറ്റ് എന്ന് കൊടുത്തു.
ദെൻ ഇന്ത്യയിൽ ഇന്റർനെറ്റ് വരുന്നത് 1995 ഓഗസ്റ്റ് 15-നാണ്. ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവരുന്നത് BSNL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ദെൻ ഇന്ത്യയിൽ ഇന്റർനെറ്റ് കൊണ്ടുവന്ന ആദ്യ പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് സത്യം കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇന്ത്യയിൽ ഫസ്റ്റ് ഇന്റർനെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വേൾഡ് വൈഡ് വെബ് ആണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, വേൾഡ് വൈഡ് വെബ്. അപ്പൊ WWW എന്നുള്ളത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ, കണ്ടിട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ WWW എന്ന് ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്താണ് ഈ WWW? ഈ 3 W കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേൾഡ് വൈഡ് വെബ് എന്നുള്ളതാണ്. വേൾഡ് വൈഡ് വെബ്, 3 W അല്ലെ, വേൾഡ് വൈഡ് വെബ്, അതാണ് എന്ത് WWW എന്ന് പറയുന്നത്. ഇനി എന്താണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫർമേഷൻസ് അല്ലെ, കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യുക ചെയ്യാറുണ്ട് അല്ലെ. ഈ ഒരു ഇന്റർനെറ്റിലുള്ള ഇൻഫർമേഷൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് എന്ത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ വേൾഡ് വൈഡ് വെബ് ഡെവലപ്പ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ പേര് ഇമ്പോർട്ടന്റ് ആണ്. ടിം ബെർണേഴ്സ്-ലീ ആണ് വേൾഡ് വൈഡ് വെബ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, WWW എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ്, അത് ഡെവലപ്പ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ. ദെൻ ഏത് വർഷമാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1983, 1989 കേട്ടോ. 83 ഇന്റർനെറ്റിനെ റീനെയിം ചെയ്തിട്ട് ARPANET-നെ റീനെയിം ചെയ്ത് ഇന്റർനെറ്റ് എന്ന് കൊടുത്തത് 1983. അത് കഴിഞ്ഞ് 1989 ടിം ബെർണേഴ്സ്-ലീ എന്ത് ചെയ്യുന്നത്, വേൾഡ് വൈഡ് വെബിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വേൾഡ് വൈഡ് വെബ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ നിന്ന് ഇൻഫർമേഷൻസ്, വിവരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ WWW എന്ന് കൊടുക്കാറ്. ഓക്കെ, ഇൻഫർമേഷൻ, ടു ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ഇന്റർനെറ്റ്. ദെൻ WWW അതായത് വേൾഡ് വൈഡ് വെബിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിംഗ്ടണിലാണ്. WWWയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ദെൻ ഇപ്പൊ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഒരു ഇന്റർനെറ്റിൽ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേൾഡ് വൈഡ് വെബ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഗ്ലോബൽ കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ് ആൻഡ് അതർ റിസോഴ്സസ് ലിങ്ക്ഡ് ബൈ ഹൈപ്പർ ലിങ്ക് ആൻഡ് URIs. അതാണ് അതിന്റെ ശരിയായ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്റർനെറ്റിൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ സാധ്യമാണ് അല്ലെ. അപ്പൊ ഒരുപാട് ഈ കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, ഒരു ഡോക്യുമെന്റ്സിന്റെ മൊത്തം ഉള്ള, അതായത് ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് റിസോഴ്സുകൾ, ഒരുപാട് ഡോക്യുമെന്റുകൾ, ഇതിന്റെയൊക്കെ ഒരു ആകത്തുക, ഒരു മൊത്തം ഉള്ള ഒരു കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്, നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഈ ഒരു കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സിനെ, അതായത് ഇന്റർനെറ്റിലുള്ള ഡോക്യുമെന്റ്സിന് എന്തായിരിക്കും, ഹൈപ്പർ ലിങ്കുകൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ URIs യൂസ് ചെയ്തിട്ട്, അത് രണ്ടും എന്താണെന്ന് പറയാം. ഹൈപ്പർ ലിങ്കോ അല്ലെങ്കിൽ URIയോ യൂസ് ചെയ്തിട്ട് ഡോക്യുമെന്റുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇപ്പൊ വേൾഡ് വൈഡ് വെബിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഒരുപാട് കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും ആൻഡ് അതർ റിസോഴ്സസ്, മറ്റ് റിസോഴ്സുകളും. ഡോക്യുമെന്റ്സും നമുക്ക് വേണ്ട ഇൻഫർമേഷൻസും ഒരുപാട് ഡാറ്റാസും ഉണ്ടായിരിക്കും. ഈ ഡാറ്റാസ് ഒക്കെ എന്തായിരിക്കും, പരസ്പരം ലിങ്ക്ഡ് ആയിരിക്കും. ഹൈപ്പർ ലിങ്കോ URIയോ ഉപയോഗിച്ച് പരസ്പരം ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സിന്റെ ഗ്ലോബൽ കളക്ഷൻ ആണ് വേൾഡ് വൈഡ് വെബ്. അപ്പൊ നമുക്ക് ഈ ഒരുപാട് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റാസ്, ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേൾഡ് വൈഡ് വെബ്. ഓക്കെ, ദെൻ ഈ ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ URI എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് വെബിലെ ഡോക്യുമെന്റ്സിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ, ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പർ ലിങ്ക്, അതുപോലെ URI എന്ന് പറയുന്നത്. ഹൈപ്പർ ലിങ്ക് ആൻഡ് URI എന്ന് പറയുന്നത്. ഇതിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ലിങ്ക് ദാറ്റ് പോയിന്റ് ടു അനദർ ലൊക്കേഷൻ. ലിങ്ക് ദാറ്റ് പോയിന്റ് ടു അനദർ ലൊക്കേഷൻ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡാറ്റ, ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്തു. അപ്പൊ അതിൽ എന്തുണ്ടായിരിക്കും, വേറൊരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു പേജിലേക്ക് പോകും. ഓക്കെ. അപ്പൊ അത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരു പേജ് തുറന്നു, ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു പേജിൽ ഇങ്ങനെ കുറെ ഡാറ്റാസ്, കുറെ വിവരങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടറിന് സെർച്ച് ചെയ്യണം. അപ്പൊ വിക്കിപീഡിയ എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ വന്നു, കുറെ കാര്യങ്ങൾ ഇങ്ങനെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അധികം ഈ ലിങ്കുകൾ എന്തായിരിക്കും, ബ്ലൂ കളറിലാണ് നോർമലി ഉണ്ടാവാറ്. കോമൺ ആയിട്ട് ബ്ലൂ കളറാണ് നോർമലി യൂസ് ചെയ്യില്ല. അപ്പം കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതിൽ കീബോർഡ് എന്ന് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഹൈപ്പർ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ ബ്ലൂ കളറിലുള്ള കീബോർഡുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് കീബോർഡ് എന്നുള്ള മറ്റൊരു പേജിലേക്ക്, വേറൊരു പേജിലേക്ക് പോവും. അതിലെന്തായിരിക്കും, കീബോർഡിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ എന്തുണ്ടാവും, ചിലപ്പോ കീബോർഡിലെ ഫങ്ഷണൽ കീസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം വേറെ ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. ഫങ്ഷണൽ കീ എന്ന് പറഞ്ഞാൽ വേറൊരു ലിങ്ക് ഉണ്ടാവും. അപ്പൊ ആ ഫങ്ഷണൽ കീയിൽ നമ്മൾ ടച്ച് ചെയ്താൽ ഫങ്ഷണൽ കീനെ കുറിച്ചുള്ള കുറെ ഇൻഫർമേഷൻസ് കിട്ടും. ഈ രീതിയിൽ ഒരു രണ്ട് പേജുകളെ തമ്മിൽ, അല്ലെങ്കിൽ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോവാൻ, ഒരു ലിങ്ക് വഴി വേറൊരു ലൊക്കേഷനിലേക്ക്, വേറൊരു പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ. URI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ URIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ എന്നാണ്. യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ എന്നാണ് URI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മളിപ്പോ പറഞ്ഞു ഡോക്യുമെന്റ്സ് കിട്ടാൻ വേറൊരു ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യാനാണ് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. URI യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞാല് നമുക്ക് വേണ്ട റിസോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് URI എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു രണ്ട് പാർട്ടാണ് URL-ഉം അതുപോലെ URN എന്ന് പറയുന്നത്. അപ്പൊ URL നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അതായത് ഒരു അഡ്രസ്സ് പോലെ നമുക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ എവിടെയാ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലൊക്കേറ്റർ ആണ് URL എന്ന് പറയുന്നത്. ഓക്കെ. URL-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററും URN എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് നെയിമും. അതായത് നമുക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ അതെന്തുണ്ട്, ഇന്റർനെറ്റിലുണ്ട്. ഓക്കെ. അപ്പൊ ആ ഇൻഫർമേഷനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് വേണ്ട ഇൻഫർമേഷനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാനുള്ള സിസ്റ്റമാണ് എന്ത്, URI, യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ. ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താ, ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധനം. നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുക. എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട ഇന്റർനെറ്റിലുള്ള റിസോഴ്സുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് ഐഡന്റിഫൈ ചെയ്യുക, ഒരാളെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക, അയാളുടെ പേരും അയാളുടെ രൂപമൊക്കെ വെച്ചിട്ടാണ് ഒരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇതുപോലെ നമുക്ക് വേണ്ട ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട റിസോഴ്സസിനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, ആ റിസോഴ്സിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കണം അല്ലെ. അതാണ് URL എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട റിസോഴ്സ് എവിടെയാണ് കിടക്കുന്നത്, അതാണ് URL, അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ URN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിം. ലൊക്കേഷൻ മാത്രം അറിഞ്ഞാൽ പോരാ, നമുക്ക് എന്ത് റിസോഴ്സാണ് വേണ്ടത്, ആ റിസോഴ്സിന് ഒരു നെയിം ഉണ്ടാവും. ഓക്കെ. നമുക്ക് വേണ്ട റിസോഴ്സിന്റെ ആ പേര്, എന്ത് റിസോഴ്സ് ആണോ നമുക്ക് വേണ്ട ആ റിസോഴ്സ് ആണ് അതിന്റെ നെയിം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നെയിമും അതിന്റെ ലൊക്കേറ്ററും കൂടി ചേർന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ റിസോഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുക. അതാണ് അതിനുള്ള സിസ്റ്റമാണ് URI എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ URIയും ഹൈപ്പർ ലിങ്കും എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വേണ്ട, നമ്മള് ഇന്റർനെറ്റിലുള്ള ഡോക്യുമെന്റ്സിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹൈപ്പർ ലിങ്കുകളും URIസും. URI എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റിനെ നമുക്ക് കണ്ടെത്താൻ, ഐഡന്റിഫൈ ചെയ്യാൻ. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പേജുകളെ തമ്മിൽ കണക്ട് ചെയ്താൽ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പേജിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് പോകാൻ കൊടുക്കുന്ന ലിങ്കാണ് ഹൈപ്പർ ലിങ്ക്. അപ്പൊ ഇതുപോലെ ഹൈപ്പർ ലിങ്കും URIയും യൂസ് ചെയ്തിട്ട് റിസോഴ്സുകളെയും ഡോക്യുമെന്റുകളുടെയും ഒരു ഗ്ലോബൽ കളക്ഷൻ ആണ് വേൾഡ് വൈഡ് വെബിലുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ ഈ വേൾഡ് വൈഡ് വെബിലുള്ള മൊത്തം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, www. എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വേൾഡ് വൈഡ് വെബിലുള്ള ഡാറ്റാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക.
ദെൻ ഇതിന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേം ആണ് W3C എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ പേരാണ്. W3C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ്. എന്തിനാണത്? ദ ഓർഗനൈസേഷൻ ടു ചെക്ക് ദ ഗൈഡ് ലൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് WW. അതായത് WWന്റെ അതിന് കുറച്ച് ധർമ്മങ്ങളുണ്ടല്ലേ, നമ്മൾ പറഞ്ഞ അതിൽ കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ട ഡാറ്റാസ് ഒക്കെ അത് എന്ത് ചെയ്യും, അത് നമുക്ക് കിട്ടാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതിലുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ പ്രത്യേക റോൾസിന്റെയും ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതും അത് യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതിന്റെ ആ ഒരു ഗൈഡ് ലൈൻസും അതുപോലെ സ്റ്റാൻഡേർഡ്സും ഒക്കെ അത് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് W3C എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ W3C ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1994-ലാണ്. 1994-ലാണ് W3C ഡെവലപ്പ് ചെയ്യുന്നത്. 1994. ദെൻ W3Cയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് W3 എന്ന് ഉദ്ദേശിച്ചത് 3 എന്ന് പറയുന്നത് 3 W എന്നുള്ളതാണ്. 3 Ws. വേൾഡ് വൈഡ് വെബ്, അത് വേൾഡ് വൈഡ് വെബിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ C എന്നുള്ളത് കൺസോർഷ്യം എന്നാണ്. കൺസോർഷ്യം അതായത് വേൾഡ് വൈഡ് വെബിന്റെ ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡ്സ് ഒക്കെ അത് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് W3C, WWW കൺസോർഷ്യം. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ 1994. അപ്പൊ 1995-ലാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് കൊണ്ടുവരുന്നത്. അതിന്റെ തൊട്ട് മുന്നത്തെ വർഷം 1994-ലാണ് W3C വേൾഡ് കൺസോർഷ്യം, വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വേൾഡ് വൈഡ് വെബിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു WW എന്നാണ് അതിന്റെ ഷോർട്ട്. അത് ഡെവലപ്പ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ ആണ്. 1989-ലാണ് വേൾഡ് വൈഡ് വെബ് ഡെവലപ്പ് ചെയ്യുന്നത്. ടു ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ഇന്റർനെറ്റ്, ഇന്റർനെറ്റിലുള്ള വിവരങ്ങളെ നമുക്ക് സാധ്യമാക്കുന്നത് കിട്ടുന്നത് WWW യൂസ് ചെയ്തിട്ടാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC-യിലാണ്. ദെൻ എന്താണ് WWW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ലിങ്കുകളും URIയും യൂസ് ചെയ്ത് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരുപാട് റിസോഴ്സുകളും ഡോക്യുമെന്റിന്റെയും കളക്ഷൻ ആണ് വേൾഡ് വൈഡ് വെബിലുള്ളത്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് വെബിലെ ഒരു ഇൻഫർമേഷൻസിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് കണക്ട് ചെയ്യുന്ന ലിങ്ക് ആണ് ഹൈപ്പർ ലിങ്ക്. URI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ, നമുക്ക് വേണ്ട റിസോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സിസ്റ്റം ആണ് URI. അപ്പൊ അതിന് രണ്ട് പാർട്ട് ഉണ്ട്, URL-ഉം URN-ഉം. URL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററും URN യൂണിഫോം റിസോഴ്സ് നെയിമും. അതായത് നമുക്ക് വേണ്ട റിസോഴ്സിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കാണിക്കുന്നതാണ് URL. നമുക്ക് വേണ്ട റിസോഴ്സിന്റെ നെയിം ആണ് URN കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു WW യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റിലുള്ള ഹോൾ ഡാറ്റ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് വേണ്ടതനുസരിച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിന്റെ WWയുടെ ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡ്സും ഒക്കെ ചെക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് W3C, വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ 1994. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വേൾഡ് വൈഡ് വെബിനെ കുറിച്ച് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വെബ് പേജ് ആണ്. അപ്പൊ വെബ് പേജ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താ വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റിലെ ഒരു പേജിനെയാണ് നമ്മൾ എന്ത് പറയാ, വെബ് പേജ് എന്ന് പറയാ. വെബ് പേജ്, വേൾഡ് വൈഡ് വെബിലെ പേജ് അല്ലെ. The pages containing informations in WWW ആണെന്ത് വെബ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വേൾഡ് വൈഡ് വെബ് ആണ് WWW എന്ന് പറയുന്നത്. വേൾഡ് വൈഡ്, ലോകത്ത് മൊത്തമുള്ള വെബ്. വെബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, സ്പൈഡർ വെബ് എന്നൊക്കെ പറയില്ലേ, ചിലന്തി വല. അതായത് എല്ലായിടത്തും കണക്ട് ചെയ്തിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു വല പോലെ, മീൻസ് ഉദ്ദേശിച്ചത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു വെബ്, ലോകം മൊത്തമുള്ള ഒരു വെബാണ് എന്ത്, വെബ്, വേൾഡ് വൈഡ് വെബ്. അപ്പൊ അതിലെ ഒരു പേജിനെ മീൻസ് വേൾഡ് വൈഡ് വെബിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ളത്. ഇൻഫർമേഷൻസ് എന്താണ്, ഓരോ പേജ് ആയിട്ടാണ് നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടുന്നത് അല്ലെ. അപ്പൊ അതിലെ ആ ഇൻഫർമേഷൻസ് ഉള്ള പേജിന് നമ്മൾ പറയുന്ന പേരാണ്
വെബ് പേജ്. വെബ് പേജ്, പേജസ് കണ്ടെയ്നിങ് ഇൻഫർമേഷൻസ് ഇൻ www. അതായത് നമ്മൾ ഇന്റർനെറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്യുമ്പോൾ ഒരു തുറന്നു വരുന്ന, അതാണ് എന്ത്, ഒരു വെബ് പേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള പേജ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. ദെൻ അപ്പൊ എന്തായിരിക്കും വെബ്സൈറ്റ് എന്ന് പറയുന്നത്? വെബ് പേജും വെബ്സൈറ്റും ഒന്നാണോ? അല്ല, അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. രണ്ടും കണക്റ്റഡ് ആണ്, പക്ഷെ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താണ് വെബ്സൈറ്റും വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെബ് പേജ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ് ദാറ്റ് ആർ റിലേറ്റ്. അതായത് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ലിങ്ക് വഴി, ഓക്കെ, ഹൈപ്പർ ലിങ്ക് വഴി പരസ്പരം ലിങ്ക്ഡ് ആയിട്ടുള്ള റിലേറ്റഡ് വെബ് പേജസിനെയാണ് നമ്മൾ എന്ത് പറയാ? വെബ്സൈറ്റ് എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് കേരള PSC. കേരള PSC എന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് എന്ത് വരും? PSC തുളസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സൈറ്റുകൾ ഇങ്ങനെ കാണാം അല്ലെ. കേരള PSC എന്ന് അടിക്കുമ്പോൾ ഒരുപാട് സൈറ്റുകൾ കാണാം. അതൊക്കെ എന്താണ്? ഓരോ വെബ്സൈറ്റുകളാണ്. അപ്പൊ അതില് PSC തുളസി എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ഇപ്പൊ നമ്മള് എന്ത് ചെയ്യാണ്? ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്തു? കേരള PSC എന്ന് സെർച്ച് ചെയ്തു. ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തു കേരള PSC. അപ്പൊ തുറന്നു വരും, എന്ത് തുറന്നു വരും? PSC തുളസി. അപ്പൊ ഇതെന്താണ്? അപ്പൊ അതിന് ഇവിടെ ഒരു URL ഉണ്ടാവും. ഓക്കെ, അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു URL കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ആ ഒരു ലൊക്കേഷൻ കാണിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്രസ്സ് കാണിക്കുന്ന ഒരു ലൈന് ചെറുതായിട്ട് എഴുതിയ www.bar എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ PSC എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈറ്റിന്റെ അഡ്രസ്സും ഉണ്ടാവും. അപ്പൊ ഇതാണ് എന്ത്? ഈ PSC തുളസി എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് ഒരു വെബ്സൈറ്റ്. അതൊരു വെബ്സൈറ്റിന്റെ പേരാണ്. ഇനി PSC തുളസിയിൽ ക്ലിക്ക് ചെയ്താലേ നമുക്ക് എന്താ വരിക? അടുത്തതായിട്ട് PSC തുളസിയുടെ പേജ് ഓപ്പൺ ആയിട്ട് വരും അല്ലെ. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് PSC തുളസി എന്ന് പറഞ്ഞിട്ടുള്ള പേജിലേക്കാണ് പോവുക. PSC തുളസി എന്ന് പറഞ്ഞിട്ട് PSCയുടെ പേജിലേക്ക് പോകും. അപ്പൊ അതിൽ എന്തുണ്ടായിരിക്കും? നമ്മളിങ്ങനെ ലോഗിൻ ഒക്കെ ചെയ്ത് നമ്മളെ ഒരു അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആക്കി. അപ്പൊ നമ്മളെ അക്കൗണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പേജസ് നമുക്ക് തുറക്കാൻ പറ്റും അല്ലെ. ഏതൊക്കെ പേജുകൾ ഉണ്ടാവും? അതിൽ മൈ അപ്ലിക്കേഷൻസ്, നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട്, അങ്ങനെ ഡിഫറെന്റ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പൊ അതിലുള്ള ഓരോ പേജുകളും, അതായത് ഈ അപ്ലിക്കേഷൻസ്, അതുപോലെ അപ്ലിക്കേഷൻ, അതേപോലെ റിസൾട്ട്, ഇതൊക്കെ വേറെ വേറെ പേജിലാണ് കാണിക്കുന്നത്. ആ ഓരോ പേജിനെ നമ്മൾ പറയുന്ന പേരാണ് വെബ് പേജ്. ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള പേജ്. ഇനി മൊത്തത്തിൽ ഈ PSC തുളസിയുടെ ഈ ഒരു സൈറ്റിന് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരുപാട് വെബ് പേജുകൾ അടങ്ങിയിട്ടുള്ള ഈ സൈറ്റിന് നമ്മൾ പറയുന്ന പേരാണ് വെബ്സൈറ്റ്. ഓക്കെ, അപ്പൊ ഒരു കളക്ഷൻ ഓഫ് വെബ് പേജ് ആണ് എന്ത്? വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ റിസൾട്ട്, ഇതൊക്കെ ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഇത് പരസ്പരം ഹൈപ്പർ ലിങ്കുകൾ വഴി അല്ലെങ്കിൽ അത് അങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ്. ഹൈപ്പർ ലിങ്ക്സ് വഴി കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ് എന്ത്? വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വെബ് പേജുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പർ ലിങ്ക്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു കണക്ട് ബിറ്റ്വീൻ വെബ് പേജസ്. ഹൈപ്പർ ലിങ്ക് ഈസ് യൂസ്ഡ് ടു കണക്ട് ബിറ്റ്വീൻ വെബ് പേജസ്. രണ്ട് വെബ് പേജുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലിങ്ക് ആണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ദെൻ ഹോം പേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഫോണിന് ഒരു ഹോം ഉണ്ട്, ഹോം സ്ക്രീൻ ഉണ്ട്, ലോക്ക് സ്ക്രീൻ ഉണ്ട് അല്ലെ. ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴുള്ള സ്ക്രീനാണ് ലോക്ക് സ്ക്രീൻ. ഹോം പേജോ നമ്മുടെ ഫോൺ തുറന്ന് കഴിയുമ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു പേജാണ് നമ്മൾ ഹോം പേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതുപോലെ നമ്മൾ ഒരു വെബിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തുറന്നു വരുന്ന പേജാണ് ഹോം പേജ്. ഇപ്പൊ PSC തുളസി എന്ന് നമ്മൾ പറഞ്ഞു, PSC തുളസി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് പറഞ്ഞു. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റ് തുറന്നു വരുന്ന
അതായത് നമ്മൾ അക്കൗണ്ട് ഒക്കെ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉള്ള കുറച്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ മൊത്തത്തിലുള്ള ആ ഒരു പേജില്ലേ, ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തുറന്നു വരുന്നതാണ് ഹോം പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹോം പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേജ് ഓപ്പൺഡ് ഇൻ എ വെബ്സൈറ്റ്, ഒരു വെബ് ഹോം. ഓക്കെ, ദെൻ ഇതിനൊരു നമ്മൾ പറഞ്ഞ URL ഉണ്ടായിരിക്കും അല്ലെ, വേൾഡ് വൈഡ് വെബിലെ ഇൻഫർമേഷൻസിനൊക്കെ ഒരു URL ഉണ്ട്. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്ന ഒരു അഡ്രസ് ആണ് URL എന്ന് പറയുന്നത്. അപ്പൊ URLന് എക്സാമ്പിൾ ആണ് എന്ത്, https://www.google.com. ഇതുപോലെ ഈ ഒരു രീതിയിലുള്ള URLകളൊക്കെ ഉണ്ടായിരിക്കും, അതായത് അഡ്രസ്സുകൾ. അപ്പൊ ഇതില് ഈ HTTPS എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, URL എന്ന് പറഞ്ഞ ഒരു വെബ് പേജിന്റെ അഡ്രസ് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇതാണ്, വെബ് പേജിന്റെ അഡ്രസ് ആണ് URL എന്ന് പറയുന്നത്. URN എന്ന് പറയുന്നത് ആ വെബ് പേജിന്റെ പേരാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യൂണിഫോം റിസോഴ്സ് നെയിമും യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററും ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ് പേജ് നമ്മൾ ഐഡന്റിഫൈ www.com എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ google.com എന്നുള്ളതാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, അതാണ് നമ്മുടെ മെയിൻ. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡൊമൈൻ നെയിം എന്ന് പറയാം. ഓക്കെ, ഡൊമൈൻ നെയിം എന്ന് പറയാം. ദെൻ ഇപ്പൊ നമ്മൾ PSC ആണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ https://www.kpsc.gov അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ അവിടെ KPSC എന്ന് പറയുന്നത് എന്താണ്, ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. kpsc.gov എന്ന് പറയുന്നതാണ് ഡൊമൈൻ നെയിം. അപ്പൊ ഓരോ നമ്മൾ സെർച്ച് ചെയ്തതിനനുസരിച്ച് ഈ ഡൊമൈൻ നെയിം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, HTTPS എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദെൻ നമ്മൾ പറഞ്ഞു google.com എന്നുള്ളത് ഡൊമൈൻ നെയിം ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഡൊമൈൻ നെയിമിന്റെ കൂടെയുള്ള ഈ .com എന്ന് കണ്ടില്ലേ, ആ രീതിയിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഡൊമൈൻ നെയിമുകൾ വരാറുണ്ട്. നമ്മൾ സെർച്ച് ചെയ്യുന്നതിന്റെ കൂടെ ഡൊമൈൻ നെയിമുകൾ ഡിഫറെന്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് ഡൊമൈൻ നെയിംസ്? അപ്പൊ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഡൊമൈൻ നെയിമുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് .com. നമ്മൾ നേരത്തെ അവിടെ കൊടുത്ത എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അതായത് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്, അതായത് വ്യാപാരവുമായി ബന്ധപ്പെട്ട് കൊമേഴ്ഷ്യൽ ആയിട്ട് ഉള്ള സൈറ്റുകളുടെ കൂടെയൊക്കെ ഉണ്ടാവുന്നതാണ് .com എന്നുള്ളത്. ദെൻ .gov എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ആയിട്ടുള്ള സൈറ്റുകൾ, ഗവൺമെന്റ് സൈറ്റുകൾ, ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളാണ് .gov എന്ന് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് അതിന്റെ സൈറ്റിന്റെ ഡൊമൈൻ നെയിം ആണ് .edu എന്ന് പറയുന്നത്. .edu എന്ന് പറയുന്നത്. ദെൻ .mil എന്നുള്ളത് ഇൻഡിക്കേറ്റ്സ് മിലിറ്ററി. ഓക്കെ, ദെൻ .info എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ്. .org എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ. .org ഒരു ഓർഗനൈസേഷന്റെ വെബ്സൈറ്റ് ആണെങ്കിൽ .org. ഓക്കെ, ഇപ്പൊ UN യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അതിന്റെയൊക്കെ വെബ്സൈറ്റുകളുടെ കൂടെ അഡ്രസ്സിന്റെ കൂടെ എന്തായിരിക്കും ഉണ്ടാവുക, .org എന്നായിരിക്കും ഉണ്ടാവുക. ദെൻ .info ഒരു ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ .info എന്നായിരിക്കും. മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ .mil ആയിരിക്കും. എഡ്യൂക്കേഷൻ സൈറ്റുകളാണെങ്കിൽ .edu ആയിരിക്കും അതിന്റെ അഡ്രസ്സിന്റെ ഡൊമൈൻ നെയിം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡൊമൈൻ നെയിംസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോ DNS ഡൊമൈൻ നെയിം സിസ്റ്റം, അപ്പൊ ഇതിന് പറയുന്ന പേരാണ് DNS ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് വരുന്ന മറ്റൊരു ടേമാണ് IP അഡ്രസ്. IP അഡ്രസ് എന്ന് കേട്ടിട്ടുണ്ടാവും. IP എന്നുള്ളതിന്റെ ഫുൾ ഫോം ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന്. അപ്പൊ ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്റർനെറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്രസ് ആണ് എന്ത്, IP അഡ്രസ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്രസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇറ്റ് ഈസ് എ യുണീക്ക് ഐഡന്റിഫയർ. ഇതെന്താണ്, ഒരു യുണീക്ക് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐഡന്റിഫയർ കണ്ടെത്താനുള്ള ഒരു സംവിധാനമാണ്. എന്താണ് ഇവിടെ കണ്ടെത്തുന്നത്, എന്താ കണ്ടെത്തുന്നത്? ഇറ്റ്സ് യുണീക്ക് അഡ്രസ് അസൈൻഡ് ഫോർ എ യൂസർ വെൻ ടേക്കിംഗ് ആൻ ഇന്റർനെറ്റ് കണക്ഷൻ.
ഓക്കെ. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുകയാണ്. ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് ആ കമ്പ്യൂട്ടറിന് അസൈൻ ചെയ്യുന്ന ഒരു യുണീക്ക് അഡ്രസ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അഡ്രസ് ആണ് എന്ത്, IP അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് യൂസർക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കമ്പ്യൂട്ടറിന് അസൈൻ ചെയ്യുന്ന യുണീക്ക് അഡ്രസ് ആണ് IP അഡ്രസ്. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പൊ നമുക്കൊരു മൊബൈൽ നമ്പർ ഉണ്ട്. ഈ മൊബൈൽ നമ്പർ രണ്ടാൾക്ക് സെയിം ഉണ്ടാവോ? ഇല്ല. അത് നമുക്ക് യുണീക്ക് ആയിട്ട് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് മൊബൈൽ നമ്പർ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ ഓരോ കമ്പ്യൂട്ടറിനും എന്തുണ്ട്, ഒരു IP അഡ്രസ് ഉണ്ട്. ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഓരോ കമ്പ്യൂട്ടറിനും കിട്ടുന്ന ഒരു അഡ്രസ് ആണ്, സ്പെഷ്യൽ അഡ്രസ് ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, അപ്പൊ ഇതിന് ഓരോ വേർഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഉള്ള IP-യുടെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് IPv4 എന്നുള്ളതാണ്. IPv4 ആണ് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് IP അഡ്രസ്, IPv4. അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 32 ബിറ്റ്, 32 ബിറ്റ് ആണ് IP അഡ്രസ്സിന്റെ, IPv4 എന്ന അഡ്രസ്സിന്റെ ഇന്റർനെറ്റ് പ്രോട്ടോകോളിന്റെ IP വേർഷൻ 4ന്റെ സൈസ് എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. അതായത് 32 ബിറ്റുകളിൽ എത്രത്തോളം നമ്പേഴ്സ് ഉൾക്കൊള്ളാൻ പറ്റുമോ, എത്ര അഡ്രസ് ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രയും കമ്പ്യൂട്ടർ അഡ്രസ്സുകൾ അവിടെ ഉൾക്കൊള്ളാം. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മുടെ മൊബൈൽ നമ്പറിന് എത്ര ഡിജിറ്റാ, 10 ഡിജിറ്റ് അല്ലേ. അതേപോലെ IP അഡ്രസ്സിന്റെ ഒരു ലിമിറ്റ്, അതിന്റെ ഒരു സൈസ് പറയുന്നതാണ് നമ്മൾ എന്ത്, ഈ 32 ബിറ്റ്. അതൊരു ബിറ്റ് വൈസിലാണ് നമ്മൾ അതിന്റെ അഡ്രസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ദെൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ആണ് IP അഡ്രസ്. അപ്പൊ അതിന്റെ ലേറ്റസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഷൻ ആണ് IPv4 എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ നെറ്റ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ നമ്പർ അല്ലെങ്കിൽ സ്പെഷ്യൽ അഡ്രസ് ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് യൂസ് ചെയ്യുന്ന വേർഷൻ IPv4 ആണ്. IPv4ന്റെ സൈസ് 32 ബിറ്റ് ആണ്. ദെൻ ചില കൺട്രീസിലൊക്കെ ഇപ്പോൾ IPv6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഷൻ, IP വേർഷൻ 6 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 128 ബിറ്റ് ആണ്, 128 ബിറ്റ്. അപ്പൊ അത്രയും IP അഡ്രസ് അതിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഓക്കെ. നമ്മൾ പറഞ്ഞിരുന്നു ഡൊമൈൻ നെയിം പറഞ്ഞപ്പോൾ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞു അല്ലെ, DNS, ഡൊമൈൻ നെയിം സിസ്റ്റം DNS എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സർവീസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ഡൊമൈൻ നെയിം ടു IP അഡ്രസ്. അപ്പൊ അതാണ് IP അഡ്രസ് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പറയാതിരുന്നത്. അത് തന്നെ IP അഡ്രസ് എന്താന്ന് മനസ്സിലായാലേ DNS എന്താന്ന് മനസ്സിലാവുള്ളൂ. IP അഡ്രസ് എന്താന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിനൊക്കെ കിട്ടുന്ന ഒരു യുണീക്ക് അഡ്രസ് ആണ് IP അഡ്രസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. DNS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഡൊമൈൻ നെയിം പറഞ്ഞു അല്ലെ. അതായത് നമ്മൾ ഒരു വേൾഡ് വൈഡ് വെബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിനൊരു അഡ്രസ് ഉണ്ടായിരിക്കും. നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു അഡ്രസ് ഉണ്ടായിരിക്കും. എന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ https:/www.google.com എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അതിന്റെ കൂടെ ഉണ്ടാവുന്ന ആ .com, .gov, .info, .edu ഇതുപോലെയുള്ള ഈ പേരുകൾ നമ്മൾ പറയുന്ന പേരാണ് ഡൊമൈൻ നെയിം. എന്താ പറയാ? ഡൊമൈൻ നെയിം. അപ്പൊ ഈ ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് എന്ത്, DNS, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സർവീസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ഡൊമൈൻ നെയിം ടു IP അഡ്രസ്. ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സർവീസ് ആണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം.
ഓക്കെ. അടുത്തതായിട്ട് സെർച്ച് എഞ്ചിന് അതുപോലെ വെബ് ബ്രൗസർ, ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ടുള്ള പരിചയമായിട്ടുള്ള വേർഡുകളാണ് അല്ലെ. സെർച്ച് എഞ്ചിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ പേര് പോലെ തന്നെ സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, തിരയുക അല്ലെ. എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിനൊക്കെ എഞ്ചിൻ ഉണ്ടെന്ന് പറയില്ലേ. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള, അപ്പൊ സെർച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്കൊരു സാധനം തിരയാൻ വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിനാണ് എന്ത്, സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ സെർച്ച് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിൾ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യും. അത് തന്നെയാണ് സെർച്ച് എഞ്ചിൻ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിൻ ആണ് എന്ത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ് എന്ത്, സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ച് എഞ്ചിന്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ വെബ്സൈറ്റ് ദാറ്റ് ഹെൽപ്സ് വൺ ടു ഫൈൻഡ് ദ നീഡഡ് ഇൻഫർമേഷൻസ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് എന്ത്, സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേൾഡ് വൈഡ് വെബിൽ ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് വെബ് പേജുകളെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പൊ കേരള PSC എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അത് നമുക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് വെബ് പേജുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് കേരള PSC. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഫൈൻഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് സെർച്ച് എഞ്ചിൻ. ഇപ്പൊ കേരള PSC എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുക, എന്തെങ്കിലും സെർച്ച് ചെയ്യാനാണോ ഹെൽപ്പ് ചെയ്യുക? അല്ല, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് PSC റിലേറ്റഡ് കാര്യങ്ങൾക്കാണ് നമ്മളത് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ ഇതുപോലെ ചില വെബ്സൈറ്റുകൾ എന്താണ്, ആ വെബ്സൈറ്റ് തുറന്നാല് നമുക്ക് അതിൽ നമുക്ക് വേണ്ടിയതൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ. അത്തരത്തിലുള്ള വെബ്സൈറ്റുകളെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആണ് ദാറ്റ് യൂസ്ഡ് ടു ഗെറ്റ് നീഡഡ് ഇൻഫർമേഷൻ. ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് എന്ത്, സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും, ഗൂഗിള്, യാഹു, ബിങ്, അൾട്ടാവിസ്റ്റ, ask.com. അപ്പൊ ഇതിൽ ചിലതൊക്കെ നിങ്ങൾ ഗൂഗിൾ, യാഹു ഒക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും, മറ്റത് ചിലപ്പോൾ അത്ര പരിചയമായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഗൂഗിളൊക്കെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക, യാഹു എന്തിനാ യൂസ് ചെയ്യുക? ഗൂഗിൾ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്, നമ്മൾ എന്തിനു യൂസ് ചെയ്യും, അത് നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇൻഫർമേഷൻസ് കിട്ടാൻ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റിന് പറയുന്ന പേരാണ് സെർച്ച് എഞ്ചിൻ. അപ്പൊ ഗൂഗിൾ എന്താണ്, ഒരു സെർച്ച് എഞ്ചിൻ ആണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ തിരയാനുള്ള ഒരു എഞ്ചിൻ ആണ് എന്ത്, ഗൂഗിൾ. അതുപോലെ മറ്റൊരു എഞ്ചിനാണ് യാഹു, ബിങ്, അൾട്ടാവിസ്റ്റ, ask.com എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബിങ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെർച്ച് എഞ്ചിൻ ആണ് ബിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതാണ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ആർക്കി ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ആർക്കി ഡെവലപ്പ് ചെയ്യുന്നത് അലൻ എംറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അലൻ എംറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ആർക്കി ഡെവലപ്പ് ചെയ്തത്. ആർക്കി 1996 അലൻ എംറ്റേജ് ആണ് ഡെവലപ്പ് ചെയ്തത്. എന്താണ്, ലോകത്തിലെ തന്നെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ, തിരയാനുള്ള എഞ്ചിനാണ് ആർക്കി എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻസ് കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് സെർച്ച് എഞ്ചിൻസ്. ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർക്കി 1990 അലൻ എംറ്റേജ് എന്ന ആളാണ് അത് കണ്ടെത്തിയത്. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആണ് ഭാരത്വാണി. ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്താണ്, ഭാരത്വാണി. 2000 അത് കണ്ടെത്തുന്നത്. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത്, ഭാരത്വാണി ഡെവലപ്പ് ചെയ്തത് 2000 ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആണ് ഭാരത്വാണി. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ സെർച്ച് എഞ്ചിൻ. ഓക്കെ. അപ്പൊ ഇത്രയാണ് സെർച്ച് എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ സെർച്ച് എഞ്ചിൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് സെർച്ച് എഞ്ചിനുകൾ. എക്സാമ്പിൾ ഗൂഗിൾ, യാഹു, ബിങ്, അൾട്ടാവിസ്റ്റ, ask.com. ലോകത്തെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർക്കി. ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഭാരതവാണി. ഇതിന് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വെബ് ബ്രൗസറുകളെ കുറിച്ചാണ്. വെബ് ബ്രൗസർ. അപ്പൊ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വെബ് പേജ് എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ വെബ് സൈറ്റ് പറഞ്ഞു, സെർച്ച് എഞ്ചിനും പറഞ്ഞു. ഓക്കെ. അപ്പൊ വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, വേൾഡ് വൈഡ് വെബില് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള പേജ് ആണ് വെബ് പേജ്. അപ്പൊ ഇതുപോലെ ഒരു വെബ് സെർവറിൽ നിന്ന് ഒരു വെബ് പേജ് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വെബ്
ബ്രൗസർ. ഇപ്പൊ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ് പേജ് കിട്ടാനാണ് ഹെൽപ്പ് ചെയ്യുക. ടു ഗെറ്റ് എ വെബ് പേജ് ഫ്രം എ വെബ് ബ്രൗസർ. ടു ഹെൽപ്പ് ടു ഗെറ്റ് എ വെബ് പേജ് ഫ്രം എ വെബ് ബ്രൗസ്. വെബ് സെർവർ, ഒരു വെബ് സെർവറിൽ നിന്ന് വെബ് പേജ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് വെബ് ബ്രൗസർ. അപ്പൊ സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും തമ്മിൽ മാറിപ്പോകരുത്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, നമുക്ക് ആവശ്യമായുള്ള വിവരങ്ങളൊക്കെ തരാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാല് നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഓൾറെഡി എവിടെ ഉണ്ട്? ഒരു വെബ് പേജിൽ ഉണ്ട്. ആ വെബ് പേജ് എവിടെയാണുള്ളത്? ഒരു വെബ് സെർവറിലാണുള്ളത്. അതായത് വേൾഡ് വൈഡ് വെബ് പോലുള്ള ഒരു സെർവറിലുള്ള ഒരു വെബ് പേജിന് നമുക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു വെബ് ബ്രൗസർ വേണം. ഓക്കെ, വെബ് പേജ് കിട്ടാൻ യൂസ് ചെയ്യുന്ന ആളാണ് വെബ് ബ്രൗസർ. ഒരു വെബ്സൈറ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് വെബ് സെർച്ച് എഞ്ചിൻ. ദെൻ വെബ് ബ്രൗസറിന് എക്സാമ്പിൾ ആണ് എന്ത്? ഗൂഗിൾ ക്രോം, അതുപോലെ മൊസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് ഫയർഫോക്സ്, എപ്പിക്, സീമങ്കി, സഫാരി, ഒപ്പേറ, നെറ്റ്സ്കേപ്പ്, ഒരുപാട് വെബ് ബ്രൗസറുകൾ ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഫേമസ് ആയിട്ട് നമ്മൾ ഒക്കെ ഫെമിലിയർ ആയിട്ടുള്ളതാണ് ഗൂഗിൾ ക്രോമും മൊസില്ല ഫയർഫോക്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്റർനെറ്റ് ഫയർഫോക്സ്, എപ്പിക്, ഇതൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു വെബ് പേജ് ആണ്. ഒരു വെബ് ബ്രൗസർ ആണ്. എന്തിനാ നമ്മളിത് യൂസ് ചെയ്യുക? അതായത് ഗൂഗിൾ ക്രോം നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക? അതിൽ നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ് പേജുകൾ നമുക്ക് അതിന് കിട്ടും. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ് പേജുകൾ കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസർ ആണ് ഗൂഗിൾ ക്രോം പോലെയുള്ള വെബ് ബ്രൗസറുകൾ. ഓക്കെ, ദെൻ ഗൂഗിൾ ക്രോം ഡെവലപ്പ് ചെയ്തത് ഗൂഗിൾ ആണ്. ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ ആണ് എന്ത് ചെയ്തത്? ഗൂഗിൾ ക്രോം ഡെവലപ്പ് ചെയ്തത്. മോസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് ഫയർഫോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിലെ ഡീഫോൾട്ട് ആയിട്ടുള്ള എന്താണ്? വെബ് ബ്രൗസർ ആണ് ഇന്റർനെറ്റ് ഫയർഫോക്സ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് ഫയർഫോക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിലെ ഡിഫോൾട്ട് വെബ് ബ്രൗസർ ആണ്. 1995 ഇന്റർനെറ്റ് ഫയർഫോക്സ് കണ്ടെത്തുന്നത്. ദെൻ എപ്പിക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫസ്റ്റ് വെബ് ബ്രൗസർ ആണ് എപ്പിക്. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് എപ്പിക് ആണ്. ദെൻ സീമങ്കി, സഫാരി, ഒപ്പേറ, നെറ്റ്സ്കേപ്പ്, ഇതൊക്കെ എന്താണ്? സെർച്ച് എഞ്ചിനുകളുടെ മറ്റ് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ആ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ അതെന്താണ്? വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിലുള്ള മാറ്റം എന്താണ്? വേൾഡ് വൈഡ് വെബ് എന്താണ്? വെബ്സൈറ്റ് എന്താണ്? വെബ് പേജ് എന്താണ്? ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് എന്താണെന്ന് ഓർത്ത് വെക്കാം. ദെൻ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്പീഡ് കൂടിയ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോമും അതുപോലെ സഫാരിയുമാണ്. ക്രോമും സഫാരിയുമാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ് പേജ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ കിട്ടുന്നത് ഇതിലാണ്? ക്രോമിലും സഫാരിയിലുമാണ്. ദെൻ സഫാരി എന്ന് പറയുന്നത് എന്താണ്? ഒരു വെബ് ബ്രൗസർ ആണ്, നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആ വെബ് ബ്രൗസർ ഡെവലപ്പ് ചെയ്തത് ആപ്പിൾ കമ്പനിയാണ്. ആപ്പിൾ കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള വെബ് ബ്രൗസർ ആണ് എന്ത്? സഫാരി, ഡെവലപ്ഡ് ബൈ ആപ്പിൾ ഇൻ 2003. 2003 ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള വെബ് ബ്രൗസർ ആപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? വേൾഡ് വൈഡ് വെബ്. ഓക്കെ, വേൾഡ് വൈഡ് വെബ് ആണ് ഫസ്റ്റ് വെബ് ബ്രൗസർ. നമ്മൾ പറഞ്ഞു വേൾഡ് വൈഡ് വെബ് കണ്ടെത്തിയത് ഏത് വർഷമാണ്? വേൾഡ് വൈഡ് വെബ് കണ്ടെത്തിയത് ഏത് വർഷം? 1989 കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. ബാക്കിയുള്ളതൊക്കെ അതിനുശേഷമാണ് കണ്ടെത്തിയത്. 1989 കണ്ടെത്തിയ ഫസ്റ്റത്തെ വെബ് ബ്രൗസർ ആണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് അതിനെ എന്ത് നെയിം ചെയ്തു? നെക്സസ് എന്ന് നെയിം ചെയ്തു. ഇപ്പൊ വേൾഡ് വൈഡ് വെബിന്റെ പേര് നെക്സസ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ടിം ബെർണസ്-ലീ ആണ് വേൾഡ് വൈഡ് വെബ് കണ്ടെത്തിയത്. 1989 അല്ലെങ്കിൽ 90 എന്നും പറയാം. 90 ചിലയിടത്ത് കൊടുക്കലുണ്ട്, അല്ലെങ്കിൽ 89 കൊടുക്കലുണ്ട്. ഓക്കെ, 1989 അല്ലെങ്കിൽ 1990 എന്ന് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ വേൾഡ് വൈഡ് വെബ് കണ്ടെത്തിയത് ടിം ബെർണസ്-ലീ ആണ്. അത് ഫസ്റ്റ് വെബ് ബ്രൗസർ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ ക്രോമും സഫാരിയും.
ദെൻ വെബ് ബ്രൗസേഴ്സ് യൂസ്ഡ് ഇൻ മൊബൈൽ ഫോൺസ്. നമ്മുടെ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസറുകൾ, ഫോണിൽ നമുക്ക് വെബ് പേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസറുകളാണ് ഏതൊക്കെ? UC ബ്രൗസർ, ഒപ്പേറ മിനി, ദെൻ ഡോൾഫിന് എക്സെട്ര. അങ്ങനെ അതൊക്കെ എന്താണ്? ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസറുകളാണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വെബ് ബ്രൗസർ പറഞ്ഞു, അടുത്തത് ഇമെയിൽ ആണ്. ഇമെയിൽ, ഓക്കെ. ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അല്ലെ? ഇമെയിൽ നമ്മളെല്ലാവരും അയക്കാറൊക്കെ ഉണ്ടാവും. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇമെയിൽ എന്ന് പറയുന്ന ഇന്റർനെറ്റിന്റെ തന്നെ മറ്റൊരു സർവീസ് ആണ് ഇമെയിൽ. ഇമെയിലിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ ആണ്. ഇലക്ട്രോണിക് മെയിൽ ആണ് ഇമെയിലിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇലക്ട്രോണിക് മെസ്സേജ് സെൻഡ് ബൈ എ പേഴ്സൺ ടു വൺ ഓർ മോർ അതർ പേഴ്സൺസ്. അതായത് ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെസ്സേജ് പോലെ നമുക്ക് ഇലക്ട്രോണിക് ആയിട്ട് അയക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് മെസ്സേജ് ആണ്. ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് അയക്കുന്ന ഒരു മെസ്സേജ് ആണ് അല്ലെ? അത് നമ്മൾ ഒരാൾ എന്ത് ചെയ്യും, വേറെ ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കോ നമ്മൾ അയക്കുന്ന ഒരു ഇലക്ട്രോണിക് മെസ്സേജ് ആണ് എന്ത്? ഇമെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ റേ ടോംലിൻസൺ. റേ ടോംലിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇമെയിൽ ഡെവലപ്പ് ചെയ്യുന്നത്, റേ ടോംലിൻസൺ. ദെൻ ഫസ്റ്റ് മെസ്സേജ് സെൻഡ് യൂസിങ് ഇമെയിൽ. ഇമെയിൽ വഴി ആദ്യമായി അയച്ചിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് QWERTY UIOP. QWERTY UIOP എന്നാണ് ഫസ്റ്റ് ഇമെയിൽ യൂസ് ചെയ്ത് അയച്ചിട്ടുള്ള മെസ്സേജ്. ഓക്കെ, അപ്പൊ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ, ഇറ്റ് ഈസ് ദ ഇലക്ട്രോണിക് മെസ്സേജ് സെൻഡ് ബൈ വൺ പേഴ്സൺ ടു വൺ ഓർ മോർ അതർ പേഴ്സൺസ്. ഒരാള് ഒന്നോ രണ്ടോ അതിലധികം മറ്റാൾക്കാർക്ക് അയക്കുന്ന ഇലക്ട്രോണിക് മെസ്സേജിനാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുക. ഇമെയിൽ ഡെവലപ്പ് ചെയ്തത് റേ ടോംലിൻസൺ ആണ്. ആദ്യമായി അയച്ച മെസ്സേജ്, ഇമെയിൽ യൂസ് ചെയ്തിട്ട് ആദ്യമായി അയച്ച മെസ്സേജ് QWERTY UIOP. ദെൻ മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമെയിൽ സർവീസിന് നമ്മൾ പറയുന്ന പേരാണ് ഹോട്ട് മെയിൽ. ഹോട്ട് മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ മെയിൽ സർവീസ് ആണ് ഹോട്ട് മെയിൽ. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ സബീർ ഭാട്ടിയ ആൻഡ് ജാക്ക് സ്മിത്ത്. സബീർ ഭാട്ടിയ, ജാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാളുകളാണ് മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ സർവീസ് ആയ ഹോട്ട് മെയിൽ ഡെവലപ്പ് ചെയ്ത്. സബീർ ഭാട്ടിയ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ആണ്, അദ്ദേഹം ഒരു ഇന്ത്യൻ ആണ്. അപ്പോൾ സബീർ ഭാട്ടിയും ജാക്ക് സ്മിത്തും ആണ് എന്ത് ചെയ്തത്? ഇമെയിൽ സർവീസ്, മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ സർവീസ് ആയ ഹോട്ട് മെയിൽ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ദെൻ ഹോട്ട്മെയിൽ പിന്നെ എന്ത് ചെയ്തു? റീനെയിം ചെയ്തിട്ട് അതിന്റെ പേര് outlook.com എന്നാക്കി. മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ സർവീസ് outlook.com ആണ്. ആദ്യം അതിന്റെ പേര് എന്തായിരുന്നു? ഹോട്ട്മെയിൽ എന്നുള്ളതായിരുന്നു. ഹോട്ട്മെയിൽ ഡെവലപ്പ് ചെയ്തത് സബീർ ഭാട്ടിയ ആൻഡ് ജാക്ക് സ്മിത്ത്. ഇനി ഇമെയിലിൽ നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള മെയിലുകൾ നമ്മൾ പറയുന്ന പേരാണ് സ്പാം. സ്പാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് ഇമെയിൽസ് എന്ന് പറയുന്ന പേരാണ് സ്പാം. ദെൻ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് മെസ്സേജുകൾ, അതായത് ഒരു ഇമെയിലിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന മെസ്സേജുകൾ, അൺവാണ്ടഡ് മെസ്സേജുകളാണ് സ്പിം എന്ന് പറയുന്നത്. സ്പാം ഓവർ ഇന്റർനെറ്റ്. ഓക്കെ, സ്പാം ഓവർ ഇൻസ്റ്റന്റ് മെസ്സേജിങ്. ഇൻസ്റ്റന്റ് മെസ്സേജ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് മെസ്സേജസ് ആണ് സ്പാം ഓവർ ഇൻസ്റ്റന്റ് മെസ്സേജസ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമെയിലുകൾ സ്പാം എന്ന് പറയും. ദെൻ ഗൂഗിളിന്റെ മെയിൽ സർവീസ് ആണ് എന്ത്? ജിമെയിൽ എന്ന് പറയുന്നത്. ഗൂഗിളിന്റെ മെയിൽ സർവീസ്, ഗൂഗിളിന്റെ ഫസ്റ്റ് G, ബാക്കി മെയിൽ, ജിമെയിൽ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് പ്രൊവൈഡഡ് ഇമെയിൽ ഇൻ ഹിന്ദി. അതായത് ഇന്ത്യയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ നാഷണൽ ലാംഗ്വേജ് ആണ് എന്ത്? ഹിന്ദി എന്ന് പറയുന്ന ഔദ്യോഗിക ഭാഷ അല്ലെ? അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഹിന്ദി ഭാഷയിൽ ഇമെയിൽ പ്രൊവൈഡ് ചെയ്തത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദ് അല്ല, രാജസ്ഥാൻ കേട്ടോ. രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് ഹിന്ദിയിലെ ഇമെയിൽ പ്രൊവൈഡ് ചെയ്തത്. ഹിന്ദിയിൽ ആദ്യമായി ഇമെയിൽ കൊണ്ടുവന്നത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. ഓക്കെ, ദെൻ ഇമെയിൽ ക്ലയന്റ് അല്ലെങ്കിൽ ഇമെയിൽ റീഡർ അല്ലെങ്കിൽ മെയിൽ യൂസേഴ്സ് ഏജന്റ്, ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ യൂസേഴ്സ് ടു ആക്സസ് മാനേജ് ആൻഡ് സെൻഡ് ഇമെയിൽസ്. അതായത് ഇമെയിൽ നമ്മളെ സെൻഡ് ചെയ്യാനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ, ഒരു ആപ്ലിക്കേഷനാണ്
എന്ത് മെയിൽ ക്ലയന്റ്, മെയിൽ റീഡർ അല്ലെങ്കിൽ മെയിൽ യൂസർ ഏജന്റ് എന്നൊക്കെ പറയുന്നത്. ഇമെയിൽ റീഡർ എന്നാലോചിക്കുക അല്ലെങ്കിൽ ഇമെയിൽ ക്ലയന്റ് എന്നാലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് അത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനും അതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾസ് ആണ്, മെയിൽ ക്ലയന്റിന് എക്സാമ്പിൾ ആണ് മൊസില്ല തണ്ടർബേർഡ്, ഔട്ട്ലുക്ക് എക്സ്പ്രസ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്. ഇതൊക്കെ മെയിൽ ക്ലയന്റിന് അല്ലെങ്കിൽ ഇമെയിൽ റീഡറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാം, മെയിൽ റീഡ് ചെയ്യാം. അപ്പൊ ഇമെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ്, അപ്ലിക്കേഷൻസ് ആണ് മൊസില്ല തണ്ടർബേർഡ്, ഔട്ട്ലുക്ക് എക്സ്പ്രസ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മെയിൽ ക്ലയന്റ്, ഇമെയിൽ റീഡർ അല്ലെങ്കിൽ മെയിൽ യൂസേഴ്സ് ഏജന്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അത് മൂന്നും ഒന്നാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇമെയിലുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ആദ്യം നമ്മള് ഇന്റർനെറ്റിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെറ്റ്വർക്കുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അവിടെ നമ്മൾ നെറ്റ്വർക്കിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ തന്നെ നമ്മൾ വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഏറ്റവും വലിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്റർനെറ്റ്. ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇന്റർ കണക്ഷൻ ഓഫ് നെറ്റ്വർക്കുകളെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് ഇന്റർനെറ്റ്. ഇതിന് നമ്മൾ ഓൾസോ പറയുന്ന പേരാണ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്, നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്കാണ്. ദെൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വിൻഡൻ സർഫ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് എന്നറിയപ്പെടുന്നത് എന്താണെന്ന്. ദെൻ വിൻഡൻ സർഫും ബോബ് ഖാനും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്റർനെറ്റ് ഡെവലപ്പ് ചെയ്തത്. ഇന്റർനെറ്റിന്റെ ആദ്യത്തെ ഫോം ആണ് ആർപ്പാനെറ്റ്. ആർപ്പാനെറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്. 1969 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അത് ഒരു അമേരിക്കയിലെ ഒരു ഡിഫൻസ് നെറ്റ്വർക്കിന്റെ നെയിം ആയിരുന്നു. ദെൻ 1983 ആർപ്പാനെറ്റിനെ റീനെയിം ചെയ്തിട്ട് എന്തായി, ഇന്റർനെറ്റ് ആയിട്ട് മാറ്റി. 1983 ജനുവരി 1 ഇന്റർനെറ്റ് നിലവിൽ വരുന്നത്. US-ലാണ് ആദ്യമായിട്ട് നിലവിൽ വന്നത്. ദെൻ പിന്നെ ഇന്ത്യയിലേക്കും ഇന്റർനെറ്റ് കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇന്ത്യയില് ആദ്യമായിട്ട് ഇന്റർനെറ്റ് വന്നത് ഏത് സംസ്ഥാനത്താണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലാണ് ആദ്യമായിട്ട് എന്ത് കൊണ്ടുവന്നത്, ഇന്റർനെറ്റ് എത്തിയത്. ദെൻ ഇന്റർനെറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് 1995 ആഗസ്റ്റ് 15 BSNL ആണ് ഇന്ത്യയിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത്. BSNL എന്ന് പറഞ്ഞാൽ വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആദ്യമായി കൊണ്ടുവന്ന സ്വകാര്യ സ്ഥാപനം, ആദ്യമായി ഇന്ത്യയിൽ ഇന്റർനെറ്റ് എത്തിച്ച സ്വകാര്യ സ്ഥാപനം സത്യം കമ്പ്യൂട്ടേഴ്സ് ആണ്. ദെൻ ഇന്റർനെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനെറ്റ് തന്നെ ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും ഉണ്ട്. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഒരു ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ഓഫീസേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ വേൾഡ് വൈഡ് വെബിനെ കുറിച്ച് പറഞ്ഞു. അതായത് ടിം ബെർണേഴ്സ് ആണ് എന്ത് വേൾഡ് വൈഡ് വെബ് എന്നത്. നമുക്ക് ഇന്റർനെറ്റിലുള്ള വിവരങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേൾഡ് വൈഡ് വെബ് യൂസ് ചെയ്യുക. അതായത് ഈ വേൾഡ് വൈഡ് വെബിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, ഒരു ആകെത്തുക മൊത്തത്തിലുള്ള ഒരു കൂട്ടം ഡോക്യുമെന്റ്സ്, ഇൻഫർമേഷൻസ്, റിസോഴ്സസ്, ഇതൊക്കെ കൂടി ചേർന്നതാണ് വേൾഡ് വൈഡ് വെബ്. അവ ഹൈപ്പർ ലിങ്കുകളും URI-യുമായി കണക്റ്റഡ് ആണ്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിങ്കിൽ നിന്ന് നമ്മൾ ഒരു വെബ് പേജിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് വേറൊരു വെബ് പേജിലേക്ക് പോകുന്നതിന് യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പർ ലിങ്ക്. URI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേൾഡ് വൈഡ് വെബിലുള്ള ഇൻഫർമേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഐഡന്റിഫയർ ആണ് യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ. ഇതെന്താണ്, യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ ആണ് URI-യുടെ ഫുൾ ഫോം. റിസോഴ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റം. ഇനി ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, URL-ഉം URN-ഉം, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററും യൂണിഫോം റിസോഴ്സ് നെയിമും. ഓക്കെ, അതായത് നമ്മുടെ ആവശ്യമായ ഇൻഫർമേഷന് അതിനൊരു സ്ഥലത്തായിരിക്കും അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, ആ ലൊക്കേഷനെ കാണിക്കുന്നതാണ് URL. ദെൻ നമുക്ക് എന്താണ്, വേൾഡ് വൈഡ് വെബ് യൂസ് ചെയ്തിട്ട് അതിലുള്ള ഡാറ്റാസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിന്റെ ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡ്സും ഒക്കെ WWW ചെക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് W3C, വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം എന്നാണ് അതിന്റെ ഫുൾ ഫോം. 1994 വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത്
വെബ് പേജുകളെ കുറിച്ചായിരുന്നു. വെബ് പേജ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉൾക്കൊള്ളുന്ന പേജസ് ആണ് വെബ് പേജ്. വെബ് സൈറ്റ് എന്ന് പറയുന്ന ഒരുപാട് വെബ് പേജുകളുടെ കളക്ഷൻ ആണ് വെബ്സൈറ്റ്. അപ്പൊ വെബ്സൈറ്റിൽ ഒരു വെബ് പേജ് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഹൈപ്പർ ലിങ്കുകൾ വഴി കണക്ട് ചെയ്തിട്ടുള്ള വെബ് പേജുകളുടെ ഒരു കൂട്ടം. അതാണ് വെബ്സൈറ്റ്. അതായത് ഇത് നമ്മൾ എന്ത് ചെയ്തു? വേൾഡ് വൈഡ് വെബ് ഇങ്ങനെ തുറന്നു. അപ്പൊ ഇതിൽ എന്തുണ്ട്? ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. ഇതില് വെബ്സൈറ്റ് ഉണ്ട്. ഇനി ഈ വെബ്സൈറ്റിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഒരുപാട്, ഇതിന്റെ ഉള്ളിൽ ഒരുപാട് വെബ് പേജുകൾ ഉണ്ടായിരിക്കും. അപ്പൊ വെബ് പേജിന് നമ്മൾ വെബ് പേജ് 1, വെബ് പേജ് 2, വെബ് പേജ് 3, വെബ് പേജ് 4 ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് വെബ് പേജുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാവുന്നത്. ഇനി ഈ വെബ് പേജുകളൊക്കെ തമ്മിൽ എന്താണ്? കണക്റ്റഡ് ആണ്. വെബ് പേജുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ വെബ് പേജുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ രണ്ട് വെബ് പേജുകളും കണക്റ്റഡ് ആണ്. ഈ വെബ് പേജുകളൊക്കെ തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സെറ്റപ്പ് ആണ് എന്ത്? ഒരു വേൾഡ് വൈഡ് വെബിന്റെ ഉള്ളിൽ ഉള്ളത്. അതായത് അതിൽ കുറെ വെബ്സൈറ്റുകൾ ഉണ്ട്. ആ വെബ്സൈറ്റിന്റെ ഉള്ളിൽ കുറെ വെബ് പേജുകൾ ഹൈപ്പർ ലിങ്ക് വഴിയാണ് അവ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് വെബ് പേജ് വെബ്സൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ വെബ് പേജുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലിങ്ക് ആണ്. ഹോം പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് തുറക്കുമ്പോൾ വരുന്ന ആദ്യത്തെ പേജ് ആണ് ഹോം പേജ്. ദെൻ URL നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? URL എന്താന്ന്? അതായത് യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ ആയിരുന്നു. ഒരു റിസോഴ്സ് നമുക്ക് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സ്. അപ്പൊ അതിൽ ഒരു ഡൊമെയിൻ നെയിം ഉണ്ടായിരിക്കും, അഡ്രസ് പേജും ഉണ്ടായിരിക്കും. അപ്പൊ HTTPS എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു അഡ്രസ് ഭാഗം. അത് HTTPS എന്നുള്ളതിന്റെ ഫുൾ ഫോം ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ദെൻ ഡൊമെയിൻ നെയിംസ്, ഡിഫറെന്റ് ഡൊമെയിൻ നെയിംസ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാന്നൊക്കെ. ദെൻ DNS, ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് ഡൊമെയിൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? DNS യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ DNSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡൊമെയിൻ നെയിം സിസ്റ്റം. ഡൊമെയിൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ്. അപ്പൊ എന്താണ് IP അഡ്രസ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് IPയുടെ ഫുൾ ഫോം. അതൊരു യുണീക്ക് ഐഡന്റിഫയർ ആണ്. അതായത് ഒരു സിസ്റ്റം നമ്മൾ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ സിസ്റ്റത്തിന് ഒരു അഡ്രസ് ഉണ്ടായിരിക്കും. അതാണ് IP അഡ്രസ്. ഓക്കെ, ദെൻ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് IP അഡ്രസ് എന്ന് പറയുന്നത് IPv4 ആണ്. അതിന്റെ സൈസ് 32 ബിറ്റ് ആണ്. ചില കൺട്രീസിലെ IPv6 ഉണ്ട്. അതായത് 180 ബിറ്റ് ആണ്. 128 ബിറ്റിന്റെ സൈസ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് ഈ സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസർ ആയിരുന്നു. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റിലുള്ള വേൾഡ് വൈഡ് വെബിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് സെർച്ച് എഞ്ചിൻ. ഗൂഗിൾ, യാഹു ഒക്കെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ ആണ് ബിങ് എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർക്കി 1996 അലൻ MTH ആണ് കണ്ടെത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഭാരതവാണിയാണ്. 2000-ലാണ് അത് കണ്ടെത്തുന്നത്. ദെൻ വെബ് ബ്രൗസറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റുകൾ കണ്ടെത്താനുള്ളതാണ് എന്ത് പറഞ്ഞു? സെർച്ച് എഞ്ചിൻ എന്ന് പറയും. നമുക്ക് ഒരു വെബ് ബ്രൗസറിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വെബ് പേജ് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെബ് ബ്രൗസർ ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് ഫയർഫോക്സ് ഒക്കെ. ഇന്റർനെറ്റ് ഫയർഫോക്സ് 1995 നിലവിൽ വന്നത്. അത് മൈക്രോസോഫ്റ്റിന്റെ ഡിഫോൾട്ട് വെബ് ബ്രൗസർ ആണ്. ഗൂഗിളിന്റെ വെബ് ബ്രൗസർ ആണ് ഗൂഗിൾ ക്രോം. ഏറ്റവും സ്പീഡസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ക്രോമും സഫാരിയാണ്. സഫാരി എന്ന് പറയുന്നത് ഡെവലപ്ഡ് ബൈ ആപ്പിൾ ഇൻ 2003. ഫസ്റ്റ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് ആണ്. അതിനെ നെക്സസ് എന്ന് പിന്നീട് റീനെയിം ചെയ്തു. ദെൻ വേൾഡ് വൈഡ് 1989 അല്ലെങ്കിൽ 90. വെബ് ബ്രൗസർ യൂസ്ഡ് ഇൻ മൊബൈൽ ഫോൺസ് ആണ് UC ബ്രൗസർ, ഒപ്പറ മിനി, ഡോൾഫിൻ എക്സെട്ര. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ ഇമെയിലിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇമെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രോണിക് മെയിൽ ആണ്. ഇലക്ട്രോണിക് മെയിൽ ആണ് ഇമെയിൽ എന്ന് പറയുന്നത്.
ഇമെയിൽ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുക? ഒരാൾക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഇലക്ട്രോണിക് മെസ്സേജ് അയക്കണമെങ്കിൽ യൂസ് ചെയ്യുന്ന ആണ് ഇമെയിൽസ് എന്ന് പറയുന്നത്. റേ ടോംലിൻസൺ ആണ് ഇമെയിൽ ഡെവലപ്പ് ചെയ്തത്. ഇമെയിൽ യൂസ് ചെയ്ത് ഫസ്റ്റ് സെൻഡ് ചെയ്ത മെസ്സേജ് എന്ന് പറയുന്നത് QWERTY YOP ആണ്. ഇമെയിൽ സർവീസ് ഓഫ് മൈക്രോസോഫ്റ്റ് ഹോട്ട്മെയിൽ ആണ്. ഹോട്ട്മെയിൽ ഡെവലപ്പ് ചെയ്തത് ഷബീർ ഭാട്ടിയ ആൻഡ് ജാക്ക് സ്മിത്ത് ആണ്. ഷബീർ ഭാട്ടിയ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആണ്. ദെൻ ഹോട്ട്മെയിലിനെ പിന്നീട് എന്ത് ചെയ്തു? റീനെയിം ചെയ്തിട്ട് outlook.com എന്ന് കൊടുത്തു. ദെൻ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമെയിലുകൾ നമ്മൾ സ്പാം എന്നാണ് പറയുക. അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിന് സ്പാം ഓവർ ഇൻസ്റ്റന്റ് മെസ്സേജസ് എന്ന് പറയും. ദെൻ ഗൂഗിളിന്റെ മെയിൽ സർവീസ് ആണ് ജിമെയിൽ എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദിയിൽ ഇമെയിൽ പ്രൊവൈഡ് ചെയ്ത സ്റ്റേറ്റ് ആണ് രാജസ്ഥാന്. ദെൻ ഇമെയിൽ ക്ലയന്റ് അല്ലെങ്കിൽ റീഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമെയിൽസ് സെൻഡ് ചെയ്യാനും മാനേജ് ചെയ്യാനും യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് മൊസില്ല, തണ്ടർബേർഡ്, ഔട്ട്ലുക്ക് എക്സ്പ്രസ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ഒക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.